ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല ഒരു പ്രഭാതത്തിനായി നിങ്ങളെ ഈ ഒരു പൂ കാണിച്ചിട്ട് ഈ നല്ല ഒരു പ്രഭാതം നിങ്ങളെ കാണിക്കുകയാണ്. ഇത് അടയിനിയും അവിടെ ഒരു കൊലയിൽ എത്ര നല്ല പൂക്കളാണ്. ഇത് രാവിലെ വിരിഞ്ഞ് നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ് മനസ്സിന് തരുന്നത്. ഈ സന്തോഷത്തിനോടൊപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നതായ ഒരു പുതിയ പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണ്. അതിലേക്ക് ഞാൻ പോവുകയാണ്. പുതിയ പ്ലാന്റ്, അത് അർസാബോയ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഞാൻ വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൻ്റെ അവിടെ ഒരു അർസാബോയ് പ്ലാന്റ് ഞാൻ കാസർഗോഡ് നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് ഹൈവേ വഴി പോയപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ വീട്ടിൽ തരാനായിട്ട് 2 പ്ലാന്റുകൾ വാങ്ങി. ഒന്ന് നേരത്തെ ചെയ്ത സദാർ ചെറി, പിന്നെ അതുപോലെ തന്നെ അർസാബോയ് ചെറിയ പ്ലാന്റായിരുന്നു. ഞാൻ അതിവിടെ വച്ചു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്നലെ ഇവിടെ നല്ല അവിചാരിതമായിട്ട് 2 ദിവസമായിട്ട് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. ഈ മഴയത്ത് നമുക്ക് കുറച്ച് അർസാബോയ് അതിനകത്ത് 1-2 തറയെ പൊഴിഞ്ഞ് കിടന്നു. അതുപോലെ തന്നെ അതിനകത്ത് പിടിച്ച് നിൽക്കുന്ന ഫലമെടുപ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അർസാബോയ് ഞാനിപ്പോൾ പറിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഇത് നിലത്ത് പൊഴിഞ്ഞ് കിടന്നതാണ്. അത് ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞ് കിടക്കായിരുന്നു. അത് അതിൻ്റെ കളർ കണ്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർസാബോയ് പ്ലാന്റ് അറിയാവുന്നവർക്കറിയാം, നല്ല മണമാണ്. ഈ റോഡിൽ പോകുന്നവർക്കെല്ലാം ഇതിൻ്റെ മണം അടിക്കും. അതെ, അർസാബോയ് വലുത്ത് നിൽക്കുകയാണ്. അതെ, പറിച്ചതാണ്. അതെ, ഇതിൻ്റെ കളർ ഇനി ഇത് കളർ നല്ല യെല്ലോയിഷ് കളറാവും. അതുപോലെ തന്നെ ഇവിടെ അർസാബോയ് പ്ലാന്റ് ഇത് ഈ ബാരൽ കണ്ട ചെറിയ ബാരലാണ്. അതിനകത്ത് ചെറിയ പ്ലാന്റാണ്. ഏതാണ്ട് അർസാബോയ് ഇതാണ്ട് വിളഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് വേറെണ്ണം വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇത് ചിലപ്പോൾ മഴയത്ത് രാത്രിയിലെ പൊഴിയും, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ റോഡിലോട്ടാണ് ഇത് കിടക്കുന്നുണ്ട്. കായ് കണ്ടോ, അർസാബോയിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ. നല്ലൊരു ഇത് നമുക്ക് ഐസ്ക്രീമിനകത്തും അതുപോലെ തന്നെ നമുക്ക് ഈ ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് കഴിക്കുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പുളിരസം കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ പുതിയ പ്ലാന്റുകൾ, റയർ പ്ലാന്റുകളൊക്കെ മേടിക്കുന്നതിനോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെയുണ്ട്. അത് ചിലപ്പോൾ പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഇത് കളറായിക്കോളും. ഇത് വിളഞ്ഞു പോയി. ഇത് പിന്നെ ഗേറ്റിനകത്ത് വീഴും എന്നുള്ളതാണ്. എന്താണ് ഇവിടെ എല്ലാം നിൽപ്പുണ്ട് കേട്ടോ. പ്രാവശ്യമാണ് എനിക്ക് ഇത്രയും അർസാബോയ് ഫലം കിട്ടിയത്. പച്ച ഇവിടെ വെളിയിലുണ്ട്. പച്ച വെളിയിലുണ്ട്. ഗേറ്റിന് പുറത്ത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ് സൈഡിലുള്ള ഗേറ്റാണ്. അതുകൊണ്ട് ചെറിയ പ്ലാന്റാണ്. ഒരു 2-2.5 വർഷമായുള്ളൂ ഈ പ്ലാന്റ് വെച്ചിട്ട്. നിറച്ച് പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നിറച്ച് പിടിച്ചു. കുറച്ചൊക്കെ ഒഴിഞ്ഞു പോയി. ഇപ്പോൾ ഇത്രയും ഫലം കിട്ടി നോക്കിയിട്ട് നമുക്കൊരു വളരെ ഒരു സന്തോഷമാണ് ഇത് എടുത്തതിൽ. എല്ലാത്തിനും നല്ല മണമാണ്. നല്ല മണമെന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട മണമാണ്, അട്രാക്റ്റീവ് മണമാണ്. നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഞാനൊന്ന് രുചിച്ച് നോക്കാം. അസാധ്യമായ പുളിയാണ്. അതാ ഞാൻ പറഞ്ഞ പുളി രസം കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സദാർ ചെറി. ഇത് രണ്ടും ഞാൻ കാസർഗോഡ് നിന്ന് വാങ്ങിയാണ്. അതുകൊണ്ട് അത് പിടിച്ചു വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ വീണ്ടും നിറച്ച് പിടിച്ചിട്ട് വരുന്നുണ്ട്. അല്ലേ, അതും ചെറിയ പ്ലാന്റ് അത് കാണിച്ചാണ്. എന്താണ് നല്ല കളറാണ്. നമുക്കത് പറിച്ച് നല്ലത് പിന്നെ ഞാനിത് കാണിച്ചു. പക്ഷേ എന്തായാലും ഇതിൻ്റെ കൂടെ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. അത് നല്ല മധുരമാണ്. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പുളിരസം തിന്നുകൊണ്ടാകുന്ന മഴയൊക്കെ പെയ്തുകൊണ്ടൊരു തുമ്മലുണ്ട്. സോറി. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ അടേനിയത്തിൽ തുടങ്ങിയാണ്. എനിക്ക് പൂക്കളോടും പുതിയ കരകൗശലങ്ങളോടും വലിയ താല്പര്യമാണ്. ഒരു പാത്രം നിറയെ പോയി കിട്ടിയിരിക്കുകയാണ്.
2, 4, 6, 8, 9 കിട്ടിയിട്ടുണ്ട്. ഇത് കളറ് ഭയങ്കരമാണ്. ഓക്കെ, താങ്ക് യു ആൾ. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വരുന്നതാണ്.